ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ വാസ്തു അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ ദിക്കുകൾ പറയുന്നുണ്ട്. ഇപ്പം വീടിൻ്റെ പുറത്ത് മീനം രാശി എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ്, ഈശാനകോണ്, അവിടെ നമുക്കൊരു കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ കിഴക്ക് ഭാഗത്തും കിണറാകാം, വീടിൻ്റെ വടക്ക് ഭാഗത്തും കിണറാകാം. ഏറ്റവും ഉത്തമം മീനം രാശി ഈശാനകോണാണ്. അതുപോലെ നമ്മുടെ വീടിൻ്റെ ദർശനം നമുക്ക് കൂടുതൽ വാസ്തുവിൽ പറയുന്നത് കിഴക്കും വടക്കും ദർശനമുള്ള വീടാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നുണ്ട്. മറ്റേ തെക്കും പടിഞ്ഞാറും മോശം എന്നുള്ളതല്ല, ഏറ്റവും നല്ലത് ഇത് രണ്ടുമാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അടുക്കളയുടെ സ്ഥാനം തെക്ക് കിഴക്കും വടക്ക് കിഴക്കും ഇത് രണ്ടും പറയുന്നുണ്ട്. അതുപോലെ ബെഡ്റൂമിൻ്റെ കാര്യം, കന്നിമൂല സൗത്ത് വെസ്റ്റ് കോർണർ അത് പറയുന്നുണ്ട്. ബെഡ്റൂമിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലമായിട്ട് കന്നിമൂലയിലെ ബെഡ്റൂം പറയുന്നുണ്ട്. അങ്ങനെ ഓരോ റൂമുകൾക്കും കാര്യങ്ങൾക്കും ഓരോ ദിക്കുകളും സ്ഥലങ്ങളും പറയുന്നുണ്ട്. അതനുസരിച്ച് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നേട്ടങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ സശ്രദ്ധം വീക്ഷിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ബന്ധുക്കളുടെ മറ്റുള്ളവരുടെ ഇതിലോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരുടെ കേസിലോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കിത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ തെക്ക് പടിഞ്ഞാറ് യാതൊരു കാരണവശാലും നമുക്ക് അടുക്കള വരുന്നത് നല്ലതല്ല. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു അടുക്കള വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു 99% വീടുകളിലും ഇങ്ങനെയാണ് കണ്ടുവരുന്നത്. എന്നപ്പോൾ വേറൊരാൾ വിളിച്ചിട്ട് ചോദിക്കും, എൻ്റെ വീട്ടിലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് അടുക്കള നിൽക്കുന്നത്, എനിക്കൊരു കുഴപ്പവുമില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ടാവാം. അതിൽ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഭൂരിഭാഗം വീടുകളിലും നമുക്ക് ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾക്ക് അടുക്കള ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വിട്ടുമാറാത്ത അസുഖങ്ങൾ, അത് ഞാൻ എൻ്റെ കഴിഞ്ഞ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്, ഒരുപാട് വീടുകളിൽ അനുഭവമായിട്ടുള്ള കാര്യമാണ്. പലതരത്തിലുള്ള അസുഖങ്ങൾ, കൂടുതലും കുടുംബനാഥയെയാണ് അത് ബാധിച്ച് കണ്ടിട്ടുള്ളത്. ഭയങ്കരമായിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ട് നിൽക്കുന്നതായിട്ടുള്ള കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ അടുക്കളയുടെ സ്ഥാനം അവിടെ നിന്ന് മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും. അത് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള പാടില്ല. ഇത് വളരെ വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടുക്കളയുടെ സ്ഥാനം അവിടെ നിന്ന് മാറ്റി വടക്ക് കിഴക്കോ തെക്ക് കിഴക്കോ ഭാഗത്തേക്ക് മാറ്റുക. അല്ലെങ്കിൽ നല്ല ഒരു ഫെങ്ഷി കൺസൾട്ടനെയോ വാസ്തു കൺസൾട്ടനെയോ വിളിച്ചിട്ട് നിങ്ങളതൊന്ന് എവിടെയാണ് അതിൻ്റെ സ്ഥാനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, ഒരു വീടിൻ്റെ വീട്ടിലെ അടുക്കളയുടെ സ്ഥാനം എന്ന് പറയുന്നത്, ആ വീട്ടിൽ ഞാനത് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പം അതിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്തായിരുന്നു അടുക്കള നിന്നത്, അഗ്നികോണിൽ. അവരുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സാമ്പത്തികം വരുന്ന വീടാണത്. പക്ഷേ ഒരു കാരണവശാലും നാളേക്കൊരു 10 പൈസ മാറ്റി വയ്ക്കാനായിട്ട് ആ വീട്ടിൽ പറ്റുന്നില്ല. അപ്പം എന്താണ് അതിൻ്റെ കാരണമെന്ന് അവർക്കറിയാമേ. അപ്പം ഞാൻ പോയി ആ വീടിൻ്റെ ഫ്ലൈയിങ് സ്റ്റാർ എടുത്ത് നോക്കിയപ്പം എല്ലാ വീട്ടിലും നല്ല 3 മൗണ്ടൻ സ്റ്റാറുകളുണ്ട്, 8, 9, 1. ഇത് ഏതെങ്കിലും ഒരു ബെഡ്റൂമിൽ ഉപയോഗത്തിൽ ഇത് കിട്ടണമെന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പം ഈ വീട്ടിൽ ഈ ഉപയോഗത്തിലുള്ളൊരു മൗണ്ടൻ സ്റ്റാർ ആ വീട്ടിലില്ല. ഉള്ള മൗണ്ടൻ സ്റ്റാർ ഉള്ള സ്ഥലം അവർ ബെഡ്റൂം അല്ലാതെ മറ്റ് കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. പിന്നെ നല്ലൊരു മൗണ്ടൻ സ്റ്റാർ നിൽക്കുന്നത് ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് എന്ന് പറയുന്ന അടുക്കള നിൽക്കുന്ന സ്ഥലത്താണ് നല്ലൊരു മൗണ്ടൻ സ്റ്റാർ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീടിൻ്റെ അടുക്കള അവിടെ നിന്ന് മാറ്റാനായിട്ട് പറഞ്ഞിട്ട് അത് ഈശാന കോണിലേക്ക് അടുക്കള മാറ്റി തെക്ക് കിഴക്ക് ഭാഗത്തൊരു ബെഡ്റൂം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ അടുക്കള അവിടെ നിന്ന് മാറ്റി തെക്ക് കിഴക്ക് ഭാഗത്തൊരു ബെഡ്റൂം ആക്കി എടുത്തപ്പോഴത്തേക്ക് അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ഇപ്പം തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കളയുണ്ട്, അതവിടെ നിങ്ങൾ മാറ്റി വേറൊരു ദിക്കിലേക്ക് സ്ഥാപിക്കുമ്പോൾ നല്ലൊരു കൺസൾട്ടനെ കാണിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം നമ്മൾ ഒരു പ്രശ്നം മാറാനായിട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് അകപ്പെടാതെ അത് കറക്റ്റ് ആയിട്ട് ഉത്തമമായിട്ടുള്ള സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കി അവിടെ ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നേട്ടങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.